ട്രിവാൻഡ്രം സിറ്റിയിൽ ഒരു 50 ലക്ഷത്തിന് അകത്ത് നിങ്ങൾ ഒറ്റ നില വീട് വാങ്ങിക്കാനായിട്ട്, അതായത് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ പരിധിയിൽ നിങ്ങൾ ഒരു 50 ലക്ഷത്തിനകത്താണ് ഒരു വീട് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് ബെറ്റർ ഒരു ഓപ്ഷനാണ് അപ്പോൾ ഈ ഒരു വീട് വരുന്നത്. ഈ വീടെന്നല്ല, നമ്മുടെ ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് ധാരാളം വീടുകൾ കാണാൻ സാധിക്കുന്നത്. തൊട്ടിപ്പുറത്തൊക്കെ തന്നെ നമുക്ക് ഒറ്റ നില വീടൊക്കെ കംപ്ലീറ്റ് ആയി വരുന്നുണ്ട്. ഒറ്റ നിലയുണ്ട്, രണ്ട് നിലയുണ്ട്, രണ്ട് നില കുറച്ചും കൂടി കൂടുതൽ വരും. ഒറ്റ നില വീട് ഇഷ്ടംപോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വീടെല്ലാം നമുക്കൊരു 50 ലക്ഷത്തിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർ കറക്റ്റ് വില നമ്മൾ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഫസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആയ ഒരു വീടാണ് നമ്മളിപ്പോൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ നമുക്ക് ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് ട്രിവാൻഡ്രം മലയം എന്ന സ്ഥലത്താണ് വരുന്നത്. നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമുക്കിവിടെ എത്താൻ സാധിക്കും. ഇപ്പോൾ പ്രാവശ്യമ്പൾ ജംഗ്ഷനിൽ നിന്നൊക്കെയാണെങ്കിൽ നമുക്കൊരു 5 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ പറ്റും. ഇവിടെ നിന്ന് നമുക്കൊരു 3-3.5 കിലോമീറ്ററിൽ നമുക്കിവിടെ മലയും കീഴൊക്കെ പോകാൻ പറ്റും. അങ്ങനെ നമുക്ക് ട്രിവാൻഡ്രം ആക്സസ് ഒക്കെ കിട്ടുന്ന ഏരിയയിലുള്ള ഒരു വീടാണ് നമുക്ക് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് 4.5 സെൻറ്റിൽ 1100 സ്ക്വയർ ഫീറ്റിലാണ് അപ്പോൾ ഈ ഒരു വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഫ്രണ്ട് എലിവേഷനൊക്കെ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം സ്പോട്ട് ലൈറ്റ് കൊടുത്ത് നല്ലൊരു ഡിസൈനിങ് നമുക്ക് ഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ളിലോട്ട് പ്രവേശിച്ച് കാണാം. നമുക്ക് 2 സ്ലൈഡിങ് ഗേറ്റാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, 2 വലിയ സ്ലൈഡിങ് ഗേറ്റാണ്. അപ്പോൾ നമുക്കൊരു കാറൊക്കെ വന്നാൽ ഈസി ആയിട്ട് കയറാൻ വേണ്ടിയുള്ള നല്ല സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ നമുക്ക് ഈ ഗേറ്റ് തുറന്ന് ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ ഗേറ്റ് തുറന്ന് വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ 2 കാറ് പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ് ഉണ്ട്. കണ്ടോ, ഫ്രണ്ടിൽ 2 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീടിന് നമുക്ക് കിണറും പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ആയിട്ടാണ് കിണർ വരുന്നത്. അത്യാവശ്യം കുറച്ച് പൊക്കിയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്കിവിടെ പിള്ളേർക്കൊക്കെ സേഫായിട്ട് കളിക്കാനൊക്കെ പറ്റുന്ന ഒരു രീതിക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും നീറ്റായിട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് തറയെല്ലാം സെറ്റാക്കിയിട്ടുള്ളത് വേറെ നമുക്ക് നീറ്റായിട്ട് തന്നെ ഇവിടെ അപ്പോൾ വീടിൻ്റെ മുറ്റം മൊത്തം തന്നെ നീറ്റായിട്ട് കിടപ്പുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെപ്പ് കയറിയാണ് മുകളിൽ ടെറസിലോട്ട് പോകേണ്ട വഴി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2 കാറ് സുഖമായിട്ട് നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ട് വരുന്നത് നമുക്ക് 10x4 ഡയമെൻഷനിലാണ് നമുക്കിവിടുത്തെ സിറ്റ് ഔട്ട് വരുന്നത്. നമുക്ക് അത്യാവശ്യം ഇവിടെ കുറച്ച് ചെയറൊക്കെ ഇടാനൊക്കെ ഉള്ള സ്പേസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. പിന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ഫുള്ളും തന്നെ വാൾ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ടോ, എല്ലാ ഭാഗത്തും വാൾ ടൈൽ യൂസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫ്രണ്ട് ഡോർ ഇതാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് ഡോറ് ഫുള്ളും തന്നെ പ്ലാവിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതുണ്ടോ, നല്ല ഭംഗിയായിട്ട് പ്ലാവിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ ലിവിംഗ് പ്ലസ് ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ മിക്സ് ചെയ്ത് വരുന്നത്. അപ്പോൾ 22x12 ഡയമെൻഷനിലാണ് നമുക്കിവിടെ ഇത് വരുന്നത്. നമുക്കിവിടെ ആയിട്ട് വേണമെങ്കിൽ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ സെപ്പറേറ്റ് ചെയ്യാനും നമുക്ക് ഓപ്ഷനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ലിവിംഗ് ഏരിയ വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വലിയ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മൾട്ടി വുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വലിയ TV യൂണിറ്റ് ഉണ്ടോ, നല്ല വലിപ്പമുള്ള TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഫുള്ളും തന്നെ PVC പാനലിലാണ് നമുക്കിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇവിടെ ആയിട്ടാണ് നമുക്കിവിടെ വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് അവിടെ താഴെ വരുന്നുണ്ട്. അങ്ങനെയാണ് വാഷിംഗ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിന് നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം ഈ ഭാഗത്ത്, ഒരു ബെഡ്റൂം TV യൂണിറ്റിൻ്റെ വലത് ഭാഗത്തും ഒന്നിപ്പുറത്തുമാണ് വരുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇവിടെ ആയിട്ടാണ് നമുക്കിവിടെ ഓപ്പൺ കിച്ചനും വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ വരുന്നത്. അപ്പോൾ ഈ ഒരു കിച്ചൺ 12x10 ഡയമെൻഷനിൽ ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ, തറയിൽ നമുക്കിവിടെ ഗ്രിപ്പിംഗ് ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അധികം സ്ലിപ്പ് ആവത്തില്ല. പിന്നെ ഇവിടെ ഫുള്ള് ചെയ്തിട്ടുള്ളത് നമുക്ക് ബോർഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഒരു വുഡൻ പാറ്റേണിലുള്ള ഒരു ബോർഡ് വർക്കിലാണ് നമുക്ക് ഇവിടുത്തെ ക്യാബിൻ ഫുള്ള് ചെയ്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മുകളിൽ താഴെയായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ലാബിൻ്റെ താഴെയും നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് ഇവിടെയും നമുക്ക് ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ നമുക്കൊരു വർക്ക് ഏരിയ വരുന്നത്. ഈ ഭാഗത്ത് കുറച്ച് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 രീതിക്ക് ഇങ്ങനെ 2 ഭാഗത്തായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കിച്ചൻ്റെ പുറകു വശത്തായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ എല്ലാം ക്ലീൻ ആയിട്ട് തന്നെ കിടക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു നനകല്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ പുറകു സൈഡിലോട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട്. കിണറിൻ്റെ ഇത് മൂടാൻ വേണ്ടിയുള്ള ഒരു സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിവിടെ പുറകുവശത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം നമുക്ക് ഈ TV യൂണിറ്റിൻ്റെ ഇടതുവശത്തും ഒരു വന്നത് ഈ വലത് ഭാഗത്ത് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 3 ബെഡ്റൂമിൻ്റെയും ഡീറ്റെയിൽസ് നോക്കാം.
അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷനിൽ ഉള്ള ഒരു ബെഡ്റൂമാണ്. നമുക്കിവിടെ 2 വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഇത് ഇവിടെ ആയിട്ടാണ് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണ്. 2 ഡോർ ടൈപ്പാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇതാ PVC ഡോർ എടുത്ത് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ച കാണാം. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബാത്റൂം തന്നെയാണ്. നമുക്ക് താഴെ ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ടൈലല്ല ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷനിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. നമുക്ക് പെയിൻറ്റിംഗ് ഒക്കെ ഈ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഡബിൾ ഡോർ വരുന്ന കണ്ടോ ഒരു വാർഡ്രോബ് ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. മുകളിലും നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് മുകളിലും വരുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ ആയിട്ടാണ് നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാം ടൈലിംഗ് ഉണ്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ടൈലിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ഒരു ബെഡ്റൂം നമുക്ക് TV യൂണിറ്റിൻ്റെ ഇടത് ഭാഗത്ത് ഇവിടെ ആയിട്ടാണ് നമുക്കിവിടെ ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. നമുക്ക് 2 വിൻഡോ 2 ഭാഗത്ത് ഇവിടെ വരുന്നുണ്ട്. പിന്നെ വാർഡ്രോബ് ഉണ്ട്. ഇവിടെ തന്നെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. 2 ഡോർ വരുന്നത് നമ്മൾ സെയിം അപ്പുറത്തെ ഉണ്ടാവില്ല തന്നെയാണ്. മുകളിലും നമുക്ക് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടോ PVC ഡോർ ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ അപ്പുറത്തെ കണ്ടാതെ ഒരു പാറ്റേണിൽ തന്നെയാണ് നമുക്ക് ടൈലെല്ലാം വരുന്നത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് കോമൺ ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 46 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഹോം ലോണിലാണ് വീട് എടുക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഹോം ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു വീഡിയോ അവർക്കൂടെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചുകൂടെ ലോ ആണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹൈ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ ട്രിവാൻഡ്രത്ത് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ട്രിവാൻഡ്രത്ത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ നമ്പറിൽ വിളിച്ചിട്ട് വരിക. ഇതുപോലത്തെ ഉള്ള വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 50 ലക്ഷത്തിനകത്താണ് നിങ്ങൾ വീട് വാങ്ങിക്കാനായിട്ട് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു ലൊക്കേഷനിൽ ധാരാളം വീട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരിക. അപ്പോൾ എല്ലാവർക്കും ബൈ.